എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കരടിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ആ ഒരു കരടി ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കരടിയുടെ ഒരു പേരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അട്ടയോന്നോ കൊട്ടയോന്നോ പട്ടയോന്നോ അങ്ങനെ ഏതാണ്ട് പേരുള്ളൊരു കരടിയാണ്. അപ്പോൾ ഈ ഒരു കരടി ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കരടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എപ്പോഴും വിവാദങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ റെയിൽവേ ട്രാക്കിൽ കിടന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പുള്ളിക്കാരൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ബ്രാഹ്മണ വൃത്തിക്കാരിയാണെന്ന് തോന്നുന്നു. ബ്രാഹ്മണ വൃത്തിക്കാരിയും ഈ പറയുന്ന കരടിയും കൂടി ചേർന്നിട്ടാണ് ആ ഒരു റെയിൽവേ ട്രാക്കിൽ കിടന്നിട്ടുള്ള ആ ഒരു ചക്കരമുത്ത് എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ ദിലീപും കാവ്യയും കൂടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവർ എടുത്തിട്ട് അഭിനയിക്കുന്നത്. റീൽസ് ആണ് കേട്ടോ. പക്ഷേ ആ ഒരു ഇത് കാണിക്കുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അധികാരികൾ ആരും കാണുന്നില്ല ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ റെയിൽവേ ട്രാക്കിലൊക്കെ കിടന്ന് റീൽസ് ഒക്കെ എടുത്തിട്ട് എത്രയോ പേര് ട്രെയിൻ വന്ന് കയറി അപകട മരണം സംഭവിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആനയുടെ മുന്നിൽ ചെന്നിട്ട് തിരിഞ്ഞു നിന്നൊക്കെ റീൽസ് എടുത്തിട്ട് ആന തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിയെടുത്ത് നിലത്തടിച്ച് കൊല്ലുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നിന്നൊക്കെ എടുത്തിട്ട് അത് ആ ഒരു വെള്ളത്തിലേക്ക് മറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ചുരത്തിൻ്റെയൊക്കെ മുകളിൽ നിന്നിട്ട്, അതായത് വലിയ വലിയ കൊക്കയൊക്കെ ഇല്ലേ, അതുപോലുള്ള സംഭവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് തിരിഞ്ഞു നിന്നൊക്കെ റീൽസ് എടുത്തിട്ട് മറിഞ്ഞ് കൊക്കയിലേക്ക് വീണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതും കാണുന്നതൊക്കെ കാര്യങ്ങളാണ് ഇതുപോലെയൊക്കെ. പാറമടയിലൊക്കെ ചെന്നിട്ടൊക്കെ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ആ വെള്ളത്തിലേക്കൊക്കെ മറിഞ്ഞ് വീണ് മരണപ്പെടുന്ന എത്ര കേസുകളുണ്ട് നമ്മുടെ മുന്നിൽ പറയാനായിട്ടാണെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഈ കരടിക്കാണെങ്കിലും ഒരു ബോധമുള്ള ഒരു മനുഷ്യനല്ല, തലയ്ക്കകത്ത് ഒട്ടും തലച്ചോറില്ല, തല മുഴുവനും സെപ്റ്റി ടാങ്കും കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, പല ആളുകളും പറയുന്നതാണ്. അപ്പോൾ അയാൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ബോധവും ഇല്ല. എന്നാൽ ഈ ഒരു സ്ത്രീക്കെങ്കിലും ഈ ഒരു ബ്രാഹ്മണ വൃത്തിക്കാരിക്കെങ്കിലും ഒരിത്തിരിയെങ്കിലും ബോധം ഉണ്ടാവേണ്ടതല്ലേ? അവർക്കാണെങ്കിൽ അത് തൊട്ട് തീണ്ടിട്ടില്ല, രണ്ടെണ്ണവും കണക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ റീൽസിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും ഇതൊക്കെ കാണുന്ന നിയമപാലകർ കണ്ണിറുക്കി അടച്ചു പിടിച്ച് ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെതിരെ നമ്മൾ ഇന്ന് പ്രതികരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നാളെ കുട്ടികളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുകരിക്കാനായിട്ട് തുടങ്ങും. റെയിൽവേ ട്രാക്കിലൊക്കെ കിടന്നിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, റീൽസ് എടുപ്പും കാര്യങ്ങളും ഒക്കെ, അതിനെതിരെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം കൊച്ചു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, കൊച്ചുകുട്ടികൾക്ക് കയ്യിൽ മൊബൈൽ ഇല്ല എങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ പോയി ആത്മഹത്യ ചെയ്യും. അതാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയധികം അഡിക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പിള്ളേരൊക്കെ ഈ മൊബൈലിന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ റീൽസ് ഭ്രാന്താണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തിനു പറയുന്നത്, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും വരെ ഇതുപോലെ മൊബൈൽ ഭ്രാന്താണ്, റീൽസ് എടുക്കാനുള്ള വട്ട് കാണിപ്പാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ കിടന്നൊക്കെ റീൽസ് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഇതുപോലെ ഏതെങ്കിലും കുട്ടികൾ ഇതേ ഡയലോഗ് അടിച്ചു മാറ്റിക്കൊണ്ട് ചക്കരമുത്തിലെ ദിലീപിനെയും കാവ്യയെയും അനുകരിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ഈ പറയുന്ന കരടിയും ബ്രാഹ്മണ വൃത്തിക്കാരിയൊക്കെ ചെയ്ത് കാണിച്ചില്ലേ, അപ്പൊ പിന്നെ നമുക്കും ഇതൊക്കെ കാണിച്ച് വൈറലാവാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതുങ്ങളുടെയൊക്കെ ദേഹത്തൂടെ ട്രെയിനൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നഷ്ടം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആയി തീർന്ന ആളുകളൊക്കെയാണ് എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് പറഞ്ഞത്, ഇന്നാള് ഈ പറയുന്ന പൊട്ടക്കുളങ്ങരെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ വൃത്തിക്കാരിയാണ് മലയാള സിനിമയെ ഇനി മുന്നോട്ട് നയിക്കുക എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കേണ്ട ആളുകളൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ഇതില് ആകൃഷ്ടരായിട്ട് കുട്ടികളൊക്കെ ഇതിനെ അനുകരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ട് ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആര് സമാധാനം പറയും? അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ പരമാവധി അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുക, ഇതിന് വേണ്ടുന്ന നടപടി എടുക്കുക. ഇങ്ങനെയുള്ള റീൽസ് ചിത്രീകരണമൊക്കെ റെയിൽവേ ട്രാക്കിൽ കിടന്നിട്ട് ആയിരിക്കരുത് ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങളങ്ങ് എഴുന്നേറ്റ് നിങ്ങളെ പാട് നോക്കി അങ്ങ് പോകും. നിങ്ങളിത് ചിത്രീകരിക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് ഒരു 100,000 വേട്ടാവളിയന്മാരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നം വരില്ല. ഒരുപക്ഷെ ട്രെയിൻ വരുന്നു എങ്കിൽ നിങ്ങളെ തൂക്കിയെടുത്ത് പാളത്തിൽ നിന്ന് വലിച്ച് ദൂരോട്ട് എറിയാനും ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അതുപോലെയല്ല കുട്ടികളുടെ കാര്യങ്ങൾ. കുട്ടാലും അതിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് ചെറിയ പിള്ളേരെന്ന് പറഞ്ഞത്.
പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് റീൽസിന് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേരാണ് ഇന്ന് കൂടുതലും കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയുമോ? ആര് സമാധാനം പറയും? ഈ വീഡിയോകൾ കണ്ട് ലൈക്കും ഷെയറും കമന്റും ഒക്കെ കൊടുക്കുന്ന ആളുകൾ വന്ന് സമാധാനം പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പോക്കണം കേടുകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ട് ഗവൺമെന്റ് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും